ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, സേമിയ ഉപ്പുമാവാണ് ഉണ്ടാക്കണത് കേട്ടോ. ആദ്യം സേമിയ നമുക്ക് ചീഞ്ചട്ടിയിലിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഒരു മീഡിയം വറവാകുമ്പോൾ നമുക്കതിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഒരു നുള്ളിട്ടാൽ മതിയാവും. സബോള വാട്ടണയിൽ നമ്മൾ ഉപ്പിടണ കാരണം രണ്ടും കൂടിയിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പിടുന്നത്. സേമിയ വെന്ത് കഴിഞ്ഞാൽ അത് ഊറ്റി മാറ്റി വെക്കണം. എന്നിട്ട് ഒരു ചീഞ്ചട്ടി എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് കാച്ചി സബോള വാട്ടണം. നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കണ പോലെ തന്നെയാണ് കേട്ടോ സബോള വാട്ടാനും. കടുക് കാച്ചി സബോള വാട്ടി. സബോള വാട്ടുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരു നുള്ളു ഉപ്പ് ഇടില്ലേ, സബോള വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒരു നുള്ളു ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ടിട്ട് ഞാൻ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ളത് ഇഞ്ചിയും പച്ചമുളകാണ്. ചിലവരൊക്കെ ഇഞ്ചിയും പച്ചമുളകും കടുക് കാച്ചിയ അപ്പം തന്നെ ഇടും. ഞാൻ അത് സബോള ഒന്ന് മൂത്ത് വരുമ്പോഴാണ് കേട്ടോ ഞാൻ ഇഞ്ചിയും പച്ചമുളകും ഇടാറ്. സബോള നല്ലപോലെ വാടി വന്നപ്പോൾ ഞാൻ കുറച്ച് നാളികേരം ചേർക്കുന്നുണ്ട്. സേമിയ ഉപ്പുമാവിൽ നാളികേരം ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നാളികേരം ചേർത്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. നാളികേരം കൂടി അതിൻ്റെ കൂടെ കിടന്നൊന്ന് വാടണം. അത് വാടിയതിന് ശേഷമാണ് സേമിയ ഇട്ട് കൊടുക്കുക കേട്ടോ. നാളികേരം സബോള നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ സേമിയ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സേമിയത്തിൻ്റെ വേവ് ഒരു മീഡിയം ലെവലായിരിക്കണം കേട്ടോ. അതുപോലെ വെള്ളം നല്ലപോലെ വാർന്ന് കിട്ടണം കേട്ടോ. എന്നാലേ സേമിയ ഒട്ടാണ്ട് കിട്ടുള്ളൂ. സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയുമായി നാളെ കാണാം കേട്ടോ.